മഹാപാതകമാണ്. നിന്റെ വെൺമഴുവിലെ യുതിരഗന്ധം എന്റെ കരങ്ങളിലും അസ്വസ്ഥതയുടെ തഴുകിയുണർത്തുന്നു. അതിനാൽ അമ്മയെ കൊല്ലുന്നത് അതിഹീനമോ പാതകമാണെന്ന് ഓർമ്മിക്കാൻ ഞാനൊരു കരയെ കാലത്തിന്റെ മുന്നിലേക്ക് നീട്ടിവെക്കുന്നു. സകൃതേ, ഇത് ഭാർഗവരാമന്റെ കേരളം. ചില്ലറ പണിയാണ്. എന്ത് വെച്ച് കാട്ടിൽ നിന്ന് കിടക്കുന്ന എല്ലാത്തിനും പകുതിയിലധികം കമ്മീഷൻ പോണോന്ന് പറഞ്ഞെങ്ങനെയാ? കള്ളത്തരത്തിനൊരു സൂക്ഷിതമാണ് സാറേ. എന്തപ്പോഴുണ്ട് വല്ല വല്ല മാത്രമേ ഉള്ളൂ. കാട് മുടിക്കല്ലേ, കാട് മുടിക്കല്ലേ. എടപ്പാണ്ടി പഠിച്ചിട്ട് വടപ്പള്ളികൾ അറിയുന്നതിന് മുൻപ് ഇടിച്ചു തീർത്തില്ലേ പണിയാണ്. 500 കോടിയുടെ പ്രൊജക്റ്റാ താഴെ വെച്ച് തീർക്കുന്നുണ്ടോ? ഇങ്ങ പറഞ്ഞോ, ഇതെന്താ പുതുതായി വന്ന JCB 500 മണ്ണ് കവലപ്പെടുത്ത സാർ. അപ്പോ പറഞ്ഞു എന്താച്ചാ ലഗ്നാധിപനായിട്ടോ സർപ്പക്കാവിന്റെ പച്ചപ്പടപ്പുകൾ മാറ്റി അവിടെ 2 നില പാർട്ടിരാ മാത്രം പറയാം. അതാണ് കരുതി വെപ്പിന്റെയും കനിവിന്റെയും നീലപ്പടപ്പാണ് ഈ കടലമ്മ. നിങ്ങൾക്ക് തന്നതാണ് ഈ കേരനാട്. അമ്മയെ കൊന്ന മധുവിനാണുണ്ടായത്. അമ്മയെ നോവിക്കരുതെന്ന് പഠിച്ചല്ലോ. നിങ്ങൾ അവളുടെ ശിരസാടിച്ചു, ഞരമ്പുകളോ പറ്റിച്ചു. ഇനിയും ആ പാപമേ കൊല്ലാപ്പുഴ ചെയ്യാൻ വിട്ടു തരില്ല. അതിനാൽ ഒരു മഹാപ്രളയം മുന്നറിയിപ്പ്. അയ്യോ, ഒരു വിളക്ക് തെളിച്ചല്ലേ എന്റെ വീടെല്ലാം പോയി. അയ്യോ, എന്റെ മോടിച്ചു പോലെ. ശുക്കൂടെ വേഗം അങ്ങോട്ട് തരാ. ആ വീട്ടിൽ നിന്ന് നിലവിളി കളിക്കുന്നത് വേഗം. അയ്യോ, മഴവിള കയറി കയറി വരുന്നല്ലോ. ഞാൻ എന്നെ കൊണ്ടും എങ്ങനെ രക്ഷപ്പെടും? ആരും രക്ഷിക്കണേ. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടുകൊന്നില്ലേ? കടമ്മനിട്ട കവിതകളുടെ മഴച്ചൂടിൽ മടിയിൽ നിന്നും ഇറങ്ങി വന്ന പുറത്തേക്ക് ഒരു കൊട്ടൊക്കെ അറിയാനുണ്ട്. ഒന്നും പഠിക്കാത്തത് പഠിപ്പിന് വയ്യോരാണെന്ന് കണ്ടു പറയും നിങ്ങൾ. എന്റെ കൈ പിടിച്ച് കൊന്നേറിയ ഇടശ്ശേരി കവിതയെ കറുത്ത ചെട്ടിച്ച് നീ തന്നെ പറ. എന്നാ சொல்லுவது? നിങ്ങളുടെ ഓർമ്മയിലുണ്ട പണ്ട് ഒരു പദം വന്നപ്പോ നിങ്ങൾ നഷ്ടപ്പത്തായപ്പോഴും കളപ്പഴും ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളെ പൊങ്ങ നാട്ടില് കുളിക്കാത്ത കാത്ത പാവങ്ങൾ അരിയും ഗോതമ്പും നെല്ലൊക്കെ കൊണ്ടു തന്നു. എന്നിട്ട് അത് തിന്നിട്ട് നിങ്ങൾ നായരും നമ്പൂതിരും മേനരും താഴെ കൂട്ടരോട് തണ്ട് പറഞ്ഞു കയറ്റി. എന്നിട്ട് ഇപ്പോൾ വന്നപ്പോ ഒരു പായലി കിടന്ന് ഒരു പാത്രത്തിലുണ്ട്. ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കി ഈ മണ്ണിനെ നോവിക്കാതിരിക്കെ. അല്ലെങ്കിൽ